ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച് മൃതപ്രാണനാക്കിയ വിഷയമെന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വൈകാരിക വിഷയം തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിച്ച പോലീസ് സേനയിലെ ക്രിമിനൽ എന്നാണ് ADGP MR അജിത് കുമാറിനെ കോൺഗ്രസ് ഒന്നടങ്കം വിളിച്ചിരിക്കുന്നത്. എന്നിട്ടും അങ്ങനെയുള്ള ഒരാളെ രക്ഷിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ പിന്നീട് ആ സ്ഥാനത്ത് കാണില്ല എന്ന് KC വേണുഗോപാൽ MP വ്യക്തമായ സൂചന നൽകിയതോടെ ചിലർ അടച്ചുവെക്കാൻ നോക്കിയ ആ റിപ്പോർട്ട് വീണ്ടും തുറന്നിരിക്കുന്നു. വാലിന് തീ പിടിച്ച പോലെ DGP റവാഡ ചന്ദ്രശേഖരൻ ആ ഫയലും കൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് ഓടിയെത്തിയിരിക്കുന്നു. ഇന്ന് തന്നെ അത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി എത്രയും വേഗം നടപടികളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, അധികാരം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം ചില ചരിത്ര പ്രഖ്യാപനങ്ങൾ കൊണ്ട് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനൊപ്പം തന്നെയാണ് ഈ ആലപ്പുഴയിൽ പോലീസ് മർദ്ദനം അന്വേഷണ വിധേയമാക്കണമെന്ന് പറഞ്ഞത്. അതിനൊരു SITയുടെ പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തി. അതുപ്രകാരം ഏറ്റവും മിടുക്കനായ പോലീസ് ഓഫീസർ ഷൗക്കത്ത് അലി IPSന്റെ ക്യാപ്റ്റൻസിയിൽ SITയെ നിയമിച്ചതാണ്. ചുറുചുറുക്കുള്ള പോലീസിന്റെ ടീം എല്ലാ കുറ്റവാളികളെയും വേരോടെ പൊക്കിയെടുത്തു. മുഖ്യമന്ത്രിയുടെ കൂടെ നടന്ന് എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്ന 5 പോലീസ് ഗുണ്ടകളെ സസ്പെൻഡ് ചെയ്തു. പിന്നീടുള്ള അന്വേഷണം എത്തിയത് സാക്ഷാൽ ADGP അജിത് കുമാറിലേക്കാണ്. എന്നിട്ടും സ്വന്തം ഏമാനെ തന്നെ തൂക്കാൻ ഷൗക്കത്ത് അലിയും സംഘവും അതോടെ തയ്യാറായി അകത്ത് ചെന്ന് പരിശോധിച്ച് പോലീസ് ചട്ടം ലംഘിച്ചും കുറ്റവാളികളെ രക്ഷിച്ചും ADGP അജിത് കുമാർ നടത്തിയ ആ വിളയാട്ടമെല്ലാം SIT കണ്ടെത്തി. അജിത് കുമാർ ഏത് സമയവും സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുമെന്ന് തോന്നിച്ചു. എങ്കിലും പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ആ കേസിൻ്റെ വേഗത നിന്നു എന്നുള്ളതാണ് സത്യം. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഭരണമുന്നണിയിൽ തന്നെ ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലായതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഇളകാൻ തുടങ്ങി. ഇടതുപക്ഷം ഭരിച്ചാലും ഇനി വലതുപക്ഷം ഭരിച്ചാലും BJP ഏജന്റ് കൂടിയായ MR അജിത് കുമാറിന് പുഷ്പം പോലെ കാര്യങ്ങൾ നടത്താൻ ഇവിടെ അറിയാം എന്നാണ് വ്യക്തമായത്. യൂത്ത് കോൺഗ്രസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസ് അട്ടിമറിക്കാൻ നിന്ന 1-ാം പ്രതിയെ ഈ 30-ാം തീയതിക്ക് ശേഷം പ്രമോഷനിൽ ജയിൽ DGP-യാക്കി ഉന്നത സ്ഥാനങ്ങളിൽ വാഴിക്കാമെന്നുള്ളൊരു ഏകദേശ സാധ്യതയുണ്ട് എന്നുറപ്പായതോടെയാണ് KC വേണുഗോപാൽ എന്ന കോൺഗ്രസ് നേതാവ് അതിലേക്ക് കിടിലൻ എൻട്രി നടത്തിയിരിക്കുന്നത്. പിള്ളേരെ മർദ്ദിച്ചവരെ മാത്രമല്ല, അവരെ രക്ഷിച്ചവരെയും പോലീസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നിയമം കയ്യിലെടുത്ത അജിത് കുമാറിനുമുള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് കൊടുത്തില്ല എങ്കിൽ കളി മാറുമെന്ന് KC വേണുഗോപാൽ അന്ത്യശാസനം നൽകുകയായിരുന്നു. അതോടെ 19 ദിവസം അടയിരിക്കുകയായിരുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് പറന്നെത്തി. പോലീസ് സേനയുടെ തലപ്പത്തിരുന്ന് ആ റിപ്പോർട്ട് തിരുത്താനും കേസ് അട്ടിമറിക്കാനും നോക്കിയ ഒരാൾ ഇനി എത്ര പ്രിയപ്പെട്ടവനായിരുന്നാലും ഇനി പോലീസ് സേനയിൽ യോജിച്ചതല്ല എന്ന സൂചനയും KC വേണുഗോപാൽ നൽകിക്കഴിഞ്ഞു. ഇതോടെ പലരും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും DGP-യാക്കി വാഴിക്കാൻ നോക്കിയിട്ടും അജിത് കുമാർ ഇനി വീട്ടിലിരിക്കേണ്ടി വരുമോ എന്നുള്ളത് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ കഴിയും.